എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഈ നമ്മുടെ നാട്ടില് ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന വാർത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് കൃത്യമാണോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത പല കാര്യങ്ങൾക്കും. അല്ലെങ്കിൽ പല രീതിയിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെ പല ആംഗിളിലാണ് നമ്മൾ കേൾക്കുക. അപ്പോൾ അത് സോഷ്യൽ മീഡിയ കൂടെ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു ആവശ്യം എനിക്കില്ല. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓഫ് സ്ക്രീനാണ്. അതൊരിക്കലും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും. പിന്നെ അല്ല, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളായത് അതുകൊണ്ട് തന്നെയാണ്. എന്നെ സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്താണെന്നുള്ളത് ആളുകൾ അധികം മനസ്സിലാക്കേണ്ടത്. അത് ഈ പൊതുവെ ഈ ആക്ടേഴ്സിനെ നോക്കി കഴിഞ്ഞപ്പോൾ അജിത്ത്, വിജയ്, ഇവർക്ക് ആ ഒരു ഹിസ്റ്ററി ഇതല്ല. കാരണം അധികം ഇന്റർവ്യൂസ് കൊടുക്കുന്നത് പണ്ട് നമ്മൾ കാണുന്ന മാഗസീനിലും ഇങ്ങനെയൊക്കെയാണല്ലോ, അല്ലെങ്കിൽ സ്ക്രീനിൽ. അത് എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് ഇങ്ങനെ അധികം കാണുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ പോലും ആളുകൾക്ക് ഇവൻ തന്നെയാണല്ലോ എന്ന് തോന്നാൻ പാടില്ല ശരിക്കും. ഈ എന്തുകൊണ്ടാണ് ഈ തമിഴില് CCL കളിക്കാൻ വരും, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വെക്കുന്ന സമയത്ത് ഈ അവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ഒന്നും വരാത്തത്? അവിടെ ഇരിക്കുന്ന എല്ലാവരും വിചാരം ഇവർ 6 ബോൾ 6 അടിക്കുന്നതാണ്. ഇവർക്ക് ഈ ബാറ്റ് കൊള്ളിക്കാൻ പറ്റൂല എന്ന് റിയലൈസ് ചെയ്യുന്ന മൊമെന്റ് അതവിടെ തകരും. അപ്പോൾ അത് അവര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ആക്ടേഴ്സ് അത് മതി. ആദ്യകാലം തൊട്ട്, അതായത് സിനിമ വന്ന സമയം തൊട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം നോക്കിയാൽ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി ആഗ്രഹങ്ങളാണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും തോട്ട് പ്രോസസ് ആണെങ്കിലും ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇന്റർവ്യൂസ് പറയുന്ന ഒരാളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും റിയൽ ആവണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഈ ട്രോൾസ് ഒക്കെ വരുമ്പോഴൊക്കെ? ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വലിയൊരു പ്രശ്നത്തിൽ ഞാൻ പോയി ചാടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം ഞാൻ എന്നെ പറ്റി ഭയങ്കര പൊക്കി പറയുന്നില്ല. ഞാൻ എവിടെയാണോ ഞാൻ അവിടെയാണ്. ഞാൻ ആ മൊമെന്റ് ഡ്രിവൺ ആണ്. എനിക്ക് അതിൽ ഞാൻ ഒരു പ്ലാനിങ് കൊണ്ടുവരാറില്ല. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വരുന്നത് എല്ലാം ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയാണ്. എൻ്റെ ക്യാരക്ടർ അതാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് ഫേക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ എനിക്ക് പല സ്ഥലങ്ങളിലും സേഫ് ആവായിരുന്നു എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു കാര്യത്തിന് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊരു ഭാവനയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് അല്ലേ, ഞാൻ അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ തന്നെ അനുഭവിക്കാം. അതിൻ്റെ ചെയ്താലോ എനിക്കൊന്ന് ആദരപ്പ്. യെസ്, ഞാനോ? എൻ്റെ വാപ്പ, ഞാൻ കാണുന്ന കാലം മുതലേ വാപ്പ പൊളിറ്റിക്സിൽ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ആ തിരക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പല സമയത്തും എനിക്കും അനിയനും ഉമ്മയ്ക്കും ഒരു പരിധി വരെ അവൈലബിൾ ആയിരുന്നില്ല വാപ്പ. അപ്പം അതുകൊണ്ട് എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ കണ്ടിരുന്ന സൈഡ് ഇപ്പുറത്തെ സൈഡായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിനോട് എപ്പോഴും ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഒരു രീതിയിലും ഒരു കൺസിഡറേഷനും ഞങ്ങൾക്ക് കിട്ടരുതെന്ന് ഭയങ്കര നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കിയതും. അപ്പോൾ അങ്ങനെ ഒരു സൈഡാണ് ഞാൻ എപ്പോഴും പൊളിറ്റിക്സ് കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും എക്സൈറ്റിംഗ് ആയിരുന്നില്ല അത്. എൻ്റെ ഡിപ്ലോമസി കണ്ടിട്ടാണോ ചോദിച്ചത്? ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഇഷ്യൂ അതാണ്. ഇത് 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഇന്റർപ്രിട്ടേഷൻസ് വരാൻ തുടങ്ങും. അത് നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം അതിന് പിന്നെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പുലിവാല് പിടിക്കുന്നത്? ആളുകൾക്ക് ഒരിക്കലും നമ്മളോട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ പറ്റിയിട്ടൊന്നും ആൾക്കാർ അങ്ങനെ ബോധമൊന്നും അല്ല. ആൾക്കാർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. നമ്മൾ സിനിമയിൽ 10 സിനിമ ചെയ്തു 50 സിനിമ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായ കാര്യങ്ങളായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. നമുക്കങ്ങനെ ഭയങ്കര ഒരു സ്കോളറിനെ പോലെ സംസാരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. നമ്മളെല്ലാം ഇൻഡിവിജ്വൽസാണ്. നമ്മൾ പറയുന്നത് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്
ഇത് ഞാൻ ആളുകൾ അങ്ങനെ ഒരു ഫേസ് ചിലപ്പോൾ പ്രതീക്ഷിക്കും നമ്മുടെ അടുത്ത്. ഞാൻ നമ്മളെ സ്ഥിരമായിട്ട് ടി വിയിലൊക്കെ കാണുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അത് അങ്ങനെയല്ല. പഠിച്ചിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അത് കുറേയൊക്കെ എൻ്റെ ക്യാരക്ടേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. അത് ആളുകളോടുള്ള അപ്രോച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ സ്കൂളിലോ കോളേജിലോ ഒന്നും ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ട് ഒരാളായിരുന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അതെൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ നിന്നും അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ സിനിമ എക്സ്പീരിയൻസ് നിന്നുമാണ്. ഇത്രയും ആളുകളായിട്ട്, അതായത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് വലിയ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ കൂടെ ട്രാവൽ ചെയ്യാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ പോയിന്റ് ചെയ്ത് പറയാവുന്ന രീതിയിലൊന്നും എനിക്കറിയില്ല. ആസിഫിന്റെ ഒരു ഇനീഷ്യൽ ഫേസ് വെച്ച് നോക്കും, അതായത് നൗ യു ആർ നോൺ അക്രോസ് ലൈക്ക് ഇന്ത്യ ഓൾസോ പുറത്ത്. പക്ഷെ ആ ഒരു എനിക്ക് പലപ്പോഴും തോന്നി ഈ പൃഥ്വിരാജിന്റെ ഒരു കാരിയറിന്റെ ഇനീഷ്യൽ പോലും ഒരു സിമിലാരിറ്റി ഉണ്ട്. ബിക്കോസ് ഐ തിങ്ക് യു ആർ ലൈക്ക് പീപ്പിൾ ടുക്ക് സം ടൈം ടു വാം അപ്പ് ടു ആസിഫ്. ട്രോളിങ് അങ്ങനെ അതൊക്കെ ആ സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ലൈക്ക് ഷുഡ് ഐ കണ്ടിന്യൂ വിത്ത് ദിസ്? ഇല്ല, എനിക്ക് എപ്പോഴും അത് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിൽ നിന്നെല്ലാം എടുത്തിട്ടുള്ളൂ. എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആളുകൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഡിസ്റ്റർബൻസ് ആവാറുണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാനത് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. എനിക്കത് ആളുകൾ എന്നെ കാണുമ്പോൾ ഇഷ്ടം കാണിക്കുന്നതും എക്സൈറ്റഡ് ആവുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ അന്ന് ഉണ്ടായിരുന്നതിനേക്കാളും 10 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒത്തിരി മാറി. പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ പോയിരുന്നിട്ട് കോമൻസ് വായിച്ചിട്ട് അത് കണ്ട് വിഷമിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ മാങ്ങയുള്ള മാവിനെ ഏറ് കിട്ടുള്ളൂ എന്ന് പറയുമല്ലോ പഴയ. അപ്പോൾ അതങ്ങനെ എടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് മുന്നിൽ ഇതെല്ലാം ഫേസ് ചെയ്ത് അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ധൈര്യമായിരുന്നു എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ച് പ്രശ്നമാണ്, എൻ്റെ കണക്ടിവിറ്റി കുറച്ച് പ്രശ്നമാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ആകെ ഉള്ള ഒരു പ്രശ്നം എനിക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം. എനിക്കൊരു സെലിബ്രിറ്റി ആവുന്നതിനോട് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഓഫ് ഷൂട്ടിലാണെങ്കിലും ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഞാൻ ലിറ്ററലി ഞാൻ മുങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. പിന്നെ ഈ ഫേക്ക് ചെയ്യാനുള്ളൊരു മടി എപ്പോഴും. ആസിഫ് അത്യാവശ്യം ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ അതാണോ ഈ മൾട്ടി സ്റ്റാറേഴ്സ് കൂടുതൽ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് മൾട്ടി സ്റ്റാറേഴ്സ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ആസിഫ് ആയിരിക്കും. അത് ആ ഒരു പേഴ്സണലി ഒരു നേച്ചർ ഉള്ള ഐ മേക്ക് ഷുവർ യു ആർ മൈ ഫ്രണ്ട്. അതാണ് എൻ്റെ ഇക്വേഷൻ. ഞാനിപ്പോൾ സിനിമ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പുതിയൊരാളെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സിനിമ ചെയ്യുവാണെങ്കിൽ ആ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ അയാൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും ഞാനായിട്ട്. ഞാൻ അയാളുടെ ഫ്രണ്ട് ആയിരിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് സിനിമയ്ക്ക് ശേഷമുണ്ട്. പക്ഷേ അവൈലബിൾ ആയിരിക്കില്ല ഞാൻ. ഇപ്പം ഞാൻ കെട്ടിയിലാണ് എൻ്റെ മാലാക ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് പാർട്ടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അത് ഓൾമോസ്റ്റ് നമ്മളൊരു 63 days എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിമാലിയിലായിരുന്നു എൻ്റെ പാക്കപ്പ് പാർട്ടി. നല്ലൊരു പാർട്ടി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നിസാം മൈക്ക് എടുത്തിട്ട്, അപ്പോൾ ആസിഫ് അലി ഇതേ പോകുന്നു, ഇനി എപ്പോൾ കാണുമെന്ന് അറിയില്ല, എപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കും. പക്ഷേ ഞാൻ അന്ന് കണ്ടാലും എന്ന് കണ്ടാലും ഞാൻ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അത് ലൊക്കേഷനിൽ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കി എല്ലാവരുടെയും കൂടെ നിന്ന് ആ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ മൾട്ടി സ്റ്റാർ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളായിരിക്കില്ല. അത് എൻ്റെ സ്കൂൾ ഡേയ്സ് മുതലുള്ളൊരു ശീലമാണ്. എല്ലാവരുമായിട്ടും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കാര്യം എൻ്റെ ഒരു അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ കൂടെ ഒന്നും കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പം എടുത്തു പറയണ അമൽ നീരദിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം. ഞാൻ ബാച്ചിലർ പാർട്ടി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ എലിജിബിൾ അല്ലായിരുന്നു. അപ്പം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ എനിക്ക്
ഉണ്ടായിട്ടുണ്ട്. ആഷിഖയും ഞാനും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് അപ്പം അതിനുശേഷം ഞങ്ങൾ നീലവെളിച്ചം വരെയുള്ള സിനിമകളിൽ ഡിസ്കഷൻ വരികയും ഒക്കെ ചെയ്തിട്ടും സംഭവിക്കാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ കുറേ ആളുകളുടെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കും. ഞാൻ എൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഞാൻ ആ ക്യാരക്ടറിലും എനിക്ക് ആ സിനിമ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. കാര്യം എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും തൃപ്തി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇന്ന് തന്നെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ പേർക്ക് എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ആ പെർട്ടിക്കുലർ ക്യാരക്ടർ അയാളുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ കെട്ടുകാണൻ്റെ മാലയ്ക്ക് ശേഷം എത്രയോ പേരുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കേണ്ട, എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. 1.5 മണിക്കൂറിലാണ് ഈ കെട്ടിലാണൻ്റെ മാലാഖയുടെ കഥ പറയുന്നത്. ഞാൻ ആ സിനിമ അപ്പം തന്നെ കമ്മിറ്റ് ചെയ്തു. അതിൻ്റെ കാരണം അതിൻ്റെ ഹ്യൂമറായിരുന്നു. എനിക്കിതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് അന്ന് മനസ്സിലായിട്ടേ ഇല്ല. എനിക്ക് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് മനസ്സിലാക്കിയത്. എനിക്ക് ആ സ്ലീവാച്ചൻ എന്നുള്ള ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മാനറിസം പോലും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ആ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് കേട്ടത്. അത് കേട്ട് കഴിഞ്ഞ് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനെ പറ്റി ഇതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ച് കഴിഞ്ഞ സമയത്താണ് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഓൾമോസ്റ്റ് 3 ആഴ്ച എല്ലാ ദിവസവും മാരിറ്റൽ റേപ്പിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ഒരു ഡോക്ടർ എഴുതിയിരുന്നത്. ആ സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്കത് പിന്നെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ ഈ എഴുതിയ ഇതിൽ തന്നെ പോവാം, ഇനി അതിലേക്ക് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വേറൊരു സിനിമയായി മാറും. അപ്പം റിൻസിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് ഞാൻ ശരിക്കും സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ആളുകളാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഞാൻ സ്ലീവാച്ചനെ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോഴുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് ഞാൻ ഇതിൻ്റെ പൊളിറ്റിക്സ് പല സിനിമകളിലും കാണാറില്ല. എൻ്റെ അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളുണ്ടെങ്കിൽ അതിലെ പൊളിറ്റിക്സ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഞാൻ ആ ക്യാരക്ടേഴ്സിനെ മാത്രമാണ് മനസ്സിലാക്കാറുള്ളൂ. അപ്പോൾ എനിക്കത് സ്ലീവാച്ചൻ്റെ ലൈഫ് സ്റ്റൈല്, സ്ലീവാച്ചൻ്റെ ആറ്റിറ്റ്യൂഡ്, സ്ലീവാച്ചൻ അമ്മയെ സ്നേഹിക്കുന്നത്, സ്ലീവാച്ചൻ റിൻസിയെ സ്നേഹിക്കുന്നത്, അത്രയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കതിൽ സ്ലീവാച്ചൻ റിൻസിയുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ടല്ലോ ലാസ്റ്റ്, എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി എന്ന് പറയുന്ന ഉണ്ടല്ലോ, അത് ശരിക്കും സ്ലീവാച്ചൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണത്.